24 എക്സ്ക്ലൂസീവ്. CPIM നേതൃത്വത്തിന് വഴങ്ങുന്നു. പരസ്യ പ്രതിഷേധം ഉന്നയിച്ച പത്തനംതിട്ടയിലെ നേതാവ് എ പത്മകുമാർ പാർട്ടിക്കാരൻ എന്ന നിലയിൽ പരസ്യ പ്രതികരണം പാടില്ലായിരുന്നു എന്നാണ് എ പത്മകുമാറിന്റെ പുനർവിചാരം. പാർട്ടി എടുക്കുന്ന ഏതു തീരുമാനവും അംഗീകരിക്കുമെന്നും പത്മകുമാർ 24നോട് പറയുകയാണ്. ഞാനൊരു ആശയത്തിൻ്റെ പിന്നാലെയാണ് നിൽക്കുന്നത്, അല്ലാതെ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെയും കാര്യത്തിലല്ല. സ്വാഭാവികമായി വ്യക്തിനിഷ്ഠമായ ഒരു പ്രശ്നമായി ഞാൻ കാണുന്നില്ല. പക്ഷേ അപ്പോൾ ഉണ്ടായൊരു പ്രശ്നം, ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ അതിനോട് പ്രതികരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാർട്ടി കേഡർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതിപ്പോൾ മറ്റൊരാളാണ് ഇത് പറയുന്നതെങ്കിൽ അയാളുടെ പേര് കർശനമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുമായിരുന്നു. പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കട്ടെ. ആ തീരുമാനത്തോടൊപ്പം ഞാൻ നിൽക്കും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ എ പത്മകുമാറിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. നാളെ നടക്കുന്ന CPIM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനാണ് എ പത്മകുമാറിന്റെ തീരുമാനം. വിവരങ്ങളുമായി ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, AK ബാലൻ പോലെ കേന്ദ്ര കമ്മിറ്റി അംഗം ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ ഫോണിൽ വിളിക്കണമെങ്കിൽ അത് AK ബാലന്റെ മാത്രം തീരുമാനമല്ല, അത് പാർട്ടിയുടെ തീരുമാനമാണ്. അപ്പോൾ എ പത്മകുമാർ പരസ്യമായി പ്രതിഷേധം അറിയിച്ചെങ്കിലും പത്മകുമാറിനെ കൈവിടേണ്ടതില്ല എന്നതാണോ പാർട്ടിയുടെ ആലോചന? ജയശങ്കർ. അതായത് ആശ്മി, ആദ്യം മുതൽ പത്മകുമാർ വിഷയവുമായി ബന്ധപ്പെട്ട് CPM-ൽ പതിവില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ ജില്ലാ സെക്രട്ടറി തന്നെ പത്മകുമാറിന്റെ വീട്ടിലെത്തി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തുന്നു. പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുമെന്നൊക്കെ മാധ്യമങ്ങളോട് ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നു. അങ്ങനെ അസാധാരണമായ സാഹചര്യങ്ങൾ കണ്ടു. പിന്നെയാണ് AK ബാലൻ കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി പത്മകുമാറിനെ വിളിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹവുമായി രമ്യതയിലെത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പത്മകുമാർ മുൻ നിലപാട് തിരുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന തലത്തിൽ തന്നെയാണ് അദ്ദേഹം കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി കേഡർ എന്ന നിലയിൽ ഇത്തരത്തിലൊരു പ്രസ്താവന പാടില്ലായിരുന്നു. അത് വൈകാരികമായി നടത്തിയതാണ്. ആ പ്രസ്താവന പിൻവലിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ അർത്ഥം. എന്തായാലും പത്തനംതിട്ടയിലെ കേരളത്തിലെ CPM-നെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉണ്ടായിരുന്ന ഈ പത്മകുമാറുമായി കേന്ദ്രീകരിച്ചുണ്ടായ വിവാദങ്ങൾ ഏറെക്കുറെ അവസാനിക്കുന്നു എന്ന് പറയാം. ഇനി നാളെ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാർ നേരിട്ടെത്തി സംഘടനാ കാര്യമാണ്, സംഘടനാ തലത്തിൽ അത് ചർച്ച ചെയ്യും. അതിനുശേഷം ഇതിനൊരു പൂർണ്ണ പരിഹാരം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കൊല്ലം സമ്മേളനത്തിന് വേദിവിട്ട പത്മകുമാർ 24നോട് തന്നെയാണ് ഇത്തരത്തിൽ തന്റെ അതൃപ്തി ആദ്യമായി രേഖപ്പെടുത്തിയത്. ഏറ്റവും ഒടുവിൽ തനിക്ക് തെറ്റുപറ്റി എന്ന് രേഖപ്പെടുത്തിയതും 24നോട് തന്നെയാണ്. അത്തരത്തിൽ അദ്ദേഹം തന്റെ തെറ്റുകൾ തിരുത്തുന്നു. അത് പാർട്ടിയുടെ കൃത്യമായ ഒരു സമ്മർദ്ദത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. പാർട്ടി കൃത്യമായി പത്മകുമാറിനെ കൈവിടാതെ കൂടെ ചേർക്കണം എന്നൊരു നിലപാട് ആദ്യം മുതൽ സ്വീകരിച്ചിരുന്നു. ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഇവിടെ എത്തി ചർച്ച നടത്തിയത് അത്തരം ഒരു തീരുമാനത്തിന്റെ കൂടി ഭാഗമായിരുന്നു. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ പാർട്ടിക്ക് പത്മകുമാർ വഴങ്ങിയിരിക്കുന്നത്. പാർട്ടിക്ക് വഴങ്ങി താൻ ചെയ്തത് തെറ്റ് എന്ന് ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇനി തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് പാർട്ടിയാണെന്ന് അദ്ദേഹം പറയുന്നു. പാർട്ടി എന്ത് നടപടി സ്വീകരിച്ചാലും അത് ഏറ്റുവാങ്ങുമെന്നൊരു നിലപാടാണ് പത്മകുമാറിനുള്ളത്. എന്തായാലും പാർട്ടിക്ക് വഴങ്ങിയിരിക്കുന്നു. പാർട്ടിയുടെ അനുനയ നീക്കങ്ങൾ ഫലം കണ്ടിരിക്കുന്നു. സ്വതവേ CPM-ൽ ഇത്തരം അനുനയ നീക്കങ്ങൾക്ക് ഇടമുണ്ടാകാറില്ല. ഒരു കേഡർ സംഘടനാ ചട്ടങ്ങൾ ലംഘിച്ചാൽ സംഘടനാ നടപടി എന്ന തലത്തിലേക്ക് തന്നെയാണ് നേരിട്ട് കാര്യങ്ങൾ പോകാറുള്ളത്. പക്ഷേ പത്മകുമാറിന്റെ കാര്യത്തിൽ പത്തനംതിട്ടയിലെ ഏറ്റവും മുതിർന്ന നേതാവ് 52 വർഷമായി പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധം, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ പത്മകുമാറിന് അനുകൂലമായി നിന്നു. ഒപ്പം തന്നെ അദ്ദേഹം വൈകാരികമായാണ് ആദ്യഘട്ടത്തിൽ അത്തരം ഒരു പോസ്റ്റ് ഇട്ടെന്ന ഔദ്യോഗികമായി നൽകിയൊരു വിശദീകരണം നേതൃത്വത്തിന് ബോധ്യപ്പെട്ടു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അദ്ദേഹം പാർട്ടിക്കൊപ്പം നിൽക്കും. ഒപ്പം തന്നെ ചതി, വഞ്ചന, അവഹേളന 52 വർഷത്തെ ബാക്കി പത്രം എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമായിരുന്നില്ലല്ലോ. അതിനുശേഷം ഇന്നലെയൊക്കെ പത്മകുമാർ ഈ പറയുന്ന പോസ്റ്റ് വൈകാരികാവേശത്തിലിട്ട് പോയതാണ് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് ഈ പറയുന്ന സെക്രട്ടറി പ്രവേശനം ഉണ്ടാവാത്തതിൽ അദ്ദേഹത്തിൻ്റെ അതൃപ്തി, മാത്രമല്ല വീണ ജോർജിന് സെക്രട്ടറി പ്രവേശനം ഉണ്ടാവുന്നതിൽ അദ്ദേഹത്തിൻ്റെ അതൃപ്തി അദ്ദേഹമൊക്കെ തുറന്നു പറയുകയായിരുന്നു. ആ നിലപാടിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഇന്നലെ പരസ്യമായി തന്നെ പറയുകയായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിനപ്പുറം നടപടി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് CPM എത്തുമെന്ന് കരുതണോ? അതായത് ആശ്മി, ഇന്നലത്തെ നിലപാടുകൾ പൂർണ്ണമായി പത്മകുമാർ മാറ്റുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മലക്കം മറിയുകയായിരുന്നു പത്മകുമാർ. പൂർണ്ണമായും പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന പഴയ നിലപാടുകളിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് ഒരു കേഡർ നിലയിൽ പത്മകുമാർ ഏറ്റുപറയുകയായിരുന്നു ഇന്ന് 24നോട്. അതുകൊണ്ട് തന്നെ പാർട്ടി ഈ കാര്യത്തെ അനുഭാവപൂർവ്വം തന്നെ പരിശോധിക്കും. നാളത്തെ ജില്ലാ കമ്മിറ്റിയിലായിരിക്കും എന്ത് നടപടി വേണമെന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കുക. ഒരു കടുത്ത നടപടിയിലേക്ക് പത്മകുമാറിന്റെ വിഷയത്തിൽ പാർട്ടി കിടക്കാനുള്ളൊരു സാധ്യതയില്ല. പത്മകുമാറിന് തന്നെ പാർട്ടി അനൗദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നാളത്തെ യോഗം അത് നിർണായകമാണ്. ആ യോഗത്തിലായിരിക്കും ഇതിന്റെ സംഘടന എന്ന തലത്തിൽ ആ സംഘടനയുടെ ഔപചാരിക നടപടികളിലേക്ക് കിടക്കും. എന്തായാലും ഒരു കടുത്ത നടപടിയിലേക്ക് പത്മകുമാർ വിഷയത്തിൽ പോകില്ല. കാരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MD ഗോവിന്ദൻ തന്നെ പറഞ്ഞു അദ്ദേഹം ചെയ്ത തെറ്റുകൾ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ അത് പിൻവലിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരു കടുത്ത നടപടിയിലേക്ക് ജില്ലയിലെ ഒരു മുതിർന്ന നേതാവിനെതിരെ പാർട്ടി കിടക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും നാളത്തെ ജില്ലാ കമ്മിറ്റി യോഗം അത് നിർണായകമാണ്. ആ യോഗത്തിൽ തുടർ കാര്യങ്ങൾ അറിയാം. ഒപ്പം തന്നെ ഈ BJP കൂട്ടുകെട്ടുമൊക്കെയായി ബന്ധപ്പെട്ട ഇന്നലെ വന്ന
മാധ്യമ വാർത്തകളെ മുഴുവൻ പത്മകുമാർ തള്ളുകയാണ്. അദ്ദേഹം അത്തരത്തിലൊരു കൂടിക്കാഴ്ചയെ നടത്തിയിട്ടില്ല, വ്യാജ പ്രചരണമാണ് BJP ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നതാണ് പറയുന്നത്. ഒരു കേഡർ എന്ന നിലയിൽ തനിക്ക് പാർട്ടിയിൽ തന്നെ ഉറച്ചു നിൽക്കും, അതിനപ്പുറത്തേക്കൊന്നും പോകില്ല. പാർട്ടി തന്റെ പരാമർശങ്ങളിൽ എന്തെങ്കിലും നടപടിയെടുത്താൽ അത് സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. മറ്റേതെങ്കിലും ഒരു കേഡർ ഇത്തരത്തിലുള്ള ഒരു ചട്ടലംഘനം നടത്തിയാൽ സംഘടനാ വിരുദ്ധ ജയശങ്കർ, അവിടുത്തെ BJP-യുടെ ഏതെങ്കിലും പരിചയമുള്ളൊരു പ്രവർത്തനം പോയതല്ല. BJP-യുടെ ജില്ലാ അധ്യക്ഷൻ തന്നെ പോയി എന്ന് പറയുമ്പോൾ അങ്ങനെ ഫോണിലൊന്നും വിളിക്കാതെ ആരോടും പറയാതെ നേരെ ഒരു CPM നേതാവിന്റെ വീട്ടിലോട്ട് BJP ജില്ലാ അധ്യക്ഷൻ ചുമ്മാ പോകും എന്നൊക്കെയാണോ പത്മകുമാർ പറയുന്നത്? അതായത് ആശ്മി, അദ്ദേഹം പറയുന്നത് അത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. അവർ അനുവാദമില്ലാതെ വീട്ടിലേക്ക് കയറി ചെന്നു. തന്റെ വീട്ടിലേക്ക് ആർക്കും കയറി ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ വീട്ടിലെത്തി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് മടങ്ങിയെന്നാണ് പത്മകുമാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം. BJP പറയുന്നത് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി 15-20 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തിയെന്നാണ് BJP-യുടെ ജില്ലാ അധ്യക്ഷൻ പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു എന്നുള്ള കാര്യം ഇരു കൂട്ടർക്കും മാത്രമാണ് അറിയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് നിലവിൽ വരുന്ന വിവരങ്ങളനുസരിച്ച് പത്മകുമാർ പാർട്ടിക്ക് വഴങ്ങിയിരിക്കുന്നു. ഒരു കേഡർ എന്ന നിലയിൽ പാർട്ടിയിൽ തന്നെ 52 വർഷക്കാലം പ്രവർത്തിച്ച അതേ പാർട്ടിയിൽ തന്നെ പത്മകുമാർ ഉറച്ചു നിൽക്കുമെന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. എന്തായാലും അനുനയത്തിന്റെ ഭാഷ തന്നെ CPM കേന്ദ്ര നേതൃത്വം AK ബാലൻ സംസാരിച്ച് ചുമ്മാ സംസാരിക്കില്ല, ഒരു തീരുമാനപ്രകാരം സംസാരിക്കുന്നതാണ്. അപ്പോൾ അനുനയത്തിന്റെ ഭാഷ CPM സ്വീകരിക്കുന്നു. പത്മകുമാർ അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുന്നു. ഇനി അതിനപ്പുറം ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാകുമോ, നടപടി ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം.